ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് അരൂരിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ അരൂരിൽ വരവേൽപ്പ്. അരൂർ പള്ളി ബൈപ്പാസ് ജംഗ്ഷനിലെത്തിയ വാഹനജാഥയെ കോൺഗ്രസ് പ്രവർത്തകർ എതിരേറ്റു. തുടർന്ന് അരൂർ മാനവീയം വീതിയിൽ നടന്ന സമ്മേളനം മുൻ MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുറിച്ചടക്കം ഉറക്കെ പറഞ്ഞുകൊണ്ട് കേരള സമൂഹത്തിൽ മഹിളാ കോൺഗ്രസിന്റേതായിട്ടുള്ള കൃത്യമായ ഇടം കണ്ടെത്തിക്കൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത്. മറുവശത്ത് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, ആ സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ ജാഥയ്ക്ക് വലിയ സാമൂഹ്യ പ്രസക്തിയുണ്ട്. ഈ ജാഥയ്ക്ക് വലിയ സ്ത്രീ രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ ജാഥയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം അത് എന്തുകൊണ്ടും വളരെ കൃത്യതയുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും ആദ്യത്തെ പരിപാടിയായിട്ടല്ല ജബി മേത്തർ ഈ സാഹസ് യാത്രയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ജോലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് മഹിളാ സാഹസ് യാത്ര നടത്തുന്നത്. കഴിഞ്ഞ 80 ദിവസങ്ങളിലായി 19 മണ്ഡലങ്ങൾ കടന്ന് അരൂർ മണ്ഡലത്തിലെത്തിയ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. PSCയെ പോലും നോക്കൂത്തിയാക്കിയ ദുഷിച്ച ഭരണം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും നല്ല മാർക്ക് വാങ്ങി ജയിക്കുന്നവരെ ഒഴിവാക്കി മന്ത്രിമാരുടെ PAമാരെ പിൻവാതിലൂടെ നിയമിച്ച് പെൻഷൻ വാങ്ങി നൽകുന്ന ദുർഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജബി മേത്തർ MP പറഞ്ഞു. മയക്കുമരുന്നിന്റെ കാര്യമാണെങ്കിലും PSCയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ PSC എഴുതി 1ാം റാങ്ക് കരസ്ഥമാക്കിയവർക്ക് പോലും തൊഴിൽ നൽകാത്ത ഈ ഗവൺമെന്റ് സെക്രട്ടറിമാർക്കും PAമാർക്കും ഒക്കെ അനധികൃതമായി പെൻഷൻ കൊടുക്കുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒക്കെ ഒരുപാട് കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയ ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാരണം കേരള ജനത ആഗ്രഹിക്കുന്നത്, ഈ നിലമ്പൂരിലെ ജനത ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മനസ്സ് തന്നെയാണ്. ഈ സർക്കാരിനെതിരെ മറുപടി നൽകണമെന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അത് മയക്കുമരുന്നിന് അടിമയാകുന്ന യുവതയുടെ നാടായി കേരളം മാറുമ്പോൾ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന അമ്മമാരുടെ നാടായി, മകന്റെ നാടായി കേരളം മാറുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഉത്തരവാദിത്വം വളരെ വളരെ കൂടുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഭവിത ജെയിൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സുമ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, അഡ്വക്കേറ്റ് A ഷുക്കൂർ, MJ ജോബ്, അഡ്വക്കേറ്റ് K ഉമേശൻ, അസീസ് പായിക്കാട്, P അൻസാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് നജുമ, ഇത്തിത്തറ ബാബു, CK പുഷ്പൻ, അൻസാരി, സിനിമോൾ മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.